ഈ ഒരു പൈത്തൺ ടെസ്റ്റിലൂടെ നമ്മൾ കൊടുക്കുന്ന കോർ പൈത്തൻ്റെ ബേസിക്കലി അതിൻ്റെ ഒരു പർപ്പസ് എന്താണ്, ആർക്കൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാം, ഒരു ബിഗിനർ ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്ത ഒരു കുട്ടിക്ക് നമ്മൾ എന്താണ് ബേസിക്കലി കൊടുക്കുന്നത്. ലേണിംഗ് ക്ലബ്ബുകളുണ്ട്, ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് സൈറക്ക് എന്താണ് ഡിഫറൻ്റ് ആയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും? പൈത്തൺ ഡെസ്ക് എന്ന് പേരുള്ള നമ്മളുടെ ഫ്രീ ലേണിംഗ് ക്ലബ്ബ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകണം. സൈറയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. കാരണം ഒരുപാട് പ്രോഗ്രാമിംഗ് ആസ്പിറൻസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു അവസരമാണ് ഫ്രീ ആയിട്ടുള്ള ഈ ലേണിംഗ് ക്ലബ്ബിലൂടെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ സൈറയുടെ ഈ ഒരു കോഴ്സുകളൊക്കെ ഡിസൈൻ ചെയ്ത ആളെന്നുള്ള നിലയിൽ, സൈറയുടെ CTO എന്നുള്ള നിലയിൽ നിങ്ങളുമായിട്ട് നമ്മൾ കുറച്ച് ഡൗട്ട്സുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ആസ്പിറൻസിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഈ ഒരു ടോക്സ് നിങ്ങളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള, നമ്മൾ ഇപ്പോൾ ഒരു പ്രോഗ്രാമർ ആവാൻ ഉദ്ദേശിക്കുന്ന ഒരാളുടെ മുന്നിൽ ഒരുപാട് ചോയ്സുകളുണ്ട്. ഡിഫറെൻ്റ് ആയ ലാംഗ്വേജുകളുണ്ട്, ഫ്രെയിം വർക്കുകളുണ്ട്, ടൂളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മുടെ പൈത്തൺ ഡെസ്കിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കോർ പൈത്തൺ ആണ്. അപ്പോൾ ഈ കോർ പൈത്തണിൽ നമ്മൾ ബേസിക്കലി ഓരോ ടൂൾസുകൾക്കും അല്ലെങ്കിൽ ഓരോ ലാംഗ്വേജുകൾക്കും ഓരോ പർപ്പസ് ഉണ്ടാവും. ഈ ഒരു പൈത്തൺ ഡെസ്കിലൂടെ നമ്മൾ കൊടുക്കുന്ന കോർ പൈത്തൻ്റെ ബേസിക്കലി അതിൻ്റെ ഒരു പർപ്പസ് എന്താണ്, ഒരു പ്രോഗ്രാമിൽ ഒരു ബിഗിനിങ് സ്റ്റേജിലേക്ക് വരുന്ന ഒരാൾക്ക് ഇതിൻ്റെ പർപ്പസ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്നുള്ളതാണ്. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തല്ലേ. AI, അതേപോലെ മെഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, ഇങ്ങനത്തെ ഒരുപാട് റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചോദിച്ചൊരു ചോദ്യം നമ്മളെ ആസ്പിരൻസിന് വേണ്ടിയിട്ട് വളരെ സ്കോപ്പുള്ള അല്ലെങ്കിൽ വളരെ ഇതായിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് ലാംഗ്വേജസ് നമുക്കുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ C ഉണ്ട്, അതേപോലെ Java ഉണ്ട്, C++, ഒരുപാട്. അപ്പോൾ അതിൽ നിന്ന് പൈത്തൺ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ പൈത്തൺ എന്തുകൊണ്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്, പർപ്പസ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു മേഖലകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അതേപോലെ ഗെയിം ഡെവലപ്മെൻറ്റ്, വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്, അങ്ങനെ എല്ലാ മേഖലയിലും യഥാർത്ഥത്തിൽ ബേസ് ആയിട്ട് വരുന്നത് നമ്മുടെ പൈത്തൺ. നമുക്കൊരു ഫ്യൂച്ചർ ടെക്നോളജിയുടെ ബേസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഡെഫിനറ്റ്ലി, അതെ. ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നതും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതും ഫ്യൂച്ചറും എല്ലാം യഥാർത്ഥത്തിൽ പൈത്തൺ. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രോഗ്രാമിംഗ് ആസ്പിറൻസ് ആയ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെവല്യൂഷനിലേക്ക് നമ്മൾ കൂടുതൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 വർഷം കൂടി കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള മാറ്റങ്ങൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കണം. അതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ചൂസ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ഭാഗമാണ് ഇപ്പോൾ ബേസിക്കലി കോർ പൈത്തൺ എന്ന് പറയുന്നത്. തീർച്ചയായും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പൈത്തൺ ഡെസ്ക് എന്ന പേരിലാണ് നമ്മളൊരു ലേണിംഗ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേസിക്കലി ഈ ലേണിംഗ് ക്ലബ്ബ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഒരുപാട് കുട്ടികൾ പുറത്തുണ്ട്. ഇപ്പോൾ BCA കഴിഞ്ഞ അല്ലെങ്കിൽ MCA കഴിഞ്ഞ് ഈവൻ MTech കഴിഞ്ഞ കുട്ടികൾ വരെ യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലി അവർക്ക് വളരെ പലപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ ഗ്യാപ്പ്, നമ്മൾ IT ഫീൽഡും അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജിയും ഇവരും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എയിം. അതായത് നമ്മൾ കോളേജുകളിലൊക്കെ പഠിച്ച് അതല്ലെങ്കിൽ അവർ അക്കാഡമിക് ജേർണിയിൽ അവർ പല കാര്യങ്ങളും നേടിയിട്ട് അത് ബേസിക്കലി ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അവരൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യണം. അതിലേക്ക് അങ്ങ് എന്താണോ ഇൻഡസ്ട്രി ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എത്താൻ ഒരു ബ്രിഡ്ജ് ഇടാൻ അവർക്ക് കഴിയുന്നില്ല. നമ്മുടെ സിലബസുകൾക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായും. അപ്പോൾ അതാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു ഫ്രീ ലേണിംഗ് ക്ലബ്ബ് കൊണ്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ ആർക്കൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാം, ഒരു ബിഗിനർ ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതല്ല ഇതൊക്കെ അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BTech ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്കാണോ, ആർക്കാണ് നമ്മൾ ബേസിക്കലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് സ്കില്ലാണ് ഇപ്പോൾ ഇമ്പോർട്ടൻസ് അല്ലേ. ഒരുപാട് PhDകളോ അല്ലെങ്കിൽ MC അങ്ങനെ ഒന്നുമല്ല, യഥാർത്ഥത്തിൽ സ്കില്ലുകളാണ് യഥാർത്ഥത്തിൽ പ്രോഗ്രാമിംഗ്. അതെ, ഈവൻ നമ്മളെ കമ്പനിയിലാണെങ്കിൽ തന്നെ സ്കില്ലുള്ള ആളുകൾക്ക് നമ്മൾ ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിലൊരു ക്വാളിഫിക്കേഷൻ എന്നുള്ള സംഭവമല്ല. യഥാർത്ഥത്തിൽ +2 കഴിഞ്ഞാലും 10ാം ക്ലാസ് കഴിഞ്ഞാലും, പക്ഷെ അവർക്ക് ഈ ഫീൽഡിലേക്ക് വരാനുള്ളൊരു ഇൻട്രസ്റ്റ് വേണം, ഈ മേഖലയോട് എന്ത് വേണം, ഒരു താല്പര്യം വേണം. അങ്ങനത്തെ ഏത് കുട്ടികൾക്കും എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു പൈത്തൺ ഡെസ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ തന്നെയൊക്കെ പരിസരങ്ങളിലുള്ള, നമ്മൾ പലപ്പോഴും +2 പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പ്രോഗ്രാമിലേക്ക് തിരിയണം എന്നുള്ള ഒരു താല്പര്യമുള്ള കുട്ടികളുണ്ട്. കാരണം അവർക്ക് ചെറുപ്പം മുതലേ ഇതാണ് അവരുടെ ഇൻട്രസ്റ്റ്. നമ്മളുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പല ഇൻട്രസ്റ്റുകളിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇതാണ് അവരുടെ ബേസിക് ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ നമ്മുടെ ഈ ലേണിംഗ് ക്ലബ്ബിന് സാധിക്കും. അതേപോലെ തന്നെ പഠിച്ച ആളുകൾക്കും അവരുടെ ഇൻഡസ്ട്രി ഗ്യാപ്പ്
നടക്കാനും ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു സംഭവമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഈ ഒരു ലേണിംഗ് ക്ലബ്ബിൽ ഇങ്ങനെയൊക്കെ ജോയിൻ ചെയ്താലും എന്താണ് നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നത്? ഈ ഒരു ലേണിംഗ് ക്ലബ്ബിൽ ജോയിൻ ചെയ്ത ഒരു കുട്ടിക്ക് നമ്മൾ എന്താണ് ബേസിക്കലി കൊടുക്കുന്നത്? ഓക്കെ ഫൈൻ. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഗ്യാപ്പ് പറഞ്ഞല്ലോ. ഈ ഗ്യാപ്പ് വരാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ? കോൺസെപ്റ്റ് അറിയാതെയാണ് ഈ കുട്ടികൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാം ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ലാബിലാണെങ്കിലും ഒരു പ്രോഗ്രാം തരും, അത് എന്താണ് കോൺസെപ്റ്റ്, എങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്നുള്ള ഒരു ഐഡിയയും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കുട്ടികളൊന്നും ഇല്ലാതെ ഇതിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടായി പോകാനുള്ള കാരണം എന്താണ്? നമ്മുടെ സിലബസുകൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? സിലബസുകൾക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കിട്ടുന്നില്ല, അവർ പഠിക്കാൻ അതെ ടൈം കിട്ടുന്നില്ല. ഇൻ കേസ് നമ്മൾ ഇപ്പോൾ സിലബസ് നല്ല സിലബസ് ആണെങ്കിൽ പോലും അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ കിട്ടണ്ടേ. മാത്രമല്ല സിലബസുകൾ പെട്ടെന്ന് പൂർത്തിയാക്കുക, പരീക്ഷകളിലേക്ക് പോകാന്നുള്ള ഒരു ലക്ഷ്യം ഇപ്പോഴും ആ പഴയ കാലത്തുള്ള സിസ്റ്റം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ബേസിക്കലി ഒരു ബ്രിഡ്ജ് ഇടാൻ തീരുമാനിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ പ്രോഗ്രാമിംഗ് ആസ്പിറന്റ് ആയ ആളുകൾക്ക് റൈറ്റ് ചോയ്സ് ആയിരിക്കും ഈ പൈത്തൺ ഡെസ്ക് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ പൈത്തൺ ഡെസ്ക് നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ബേസിക്കലി പലപ്പോഴും എന്നോട് തന്നെ പേഴ്സണലി പലരും പറയാറുണ്ട്, നമുക്ക് യൂട്യൂബ് വെച്ചുകൊണ്ട് ഇത് പഠിച്ചൂടെ. അതേപോലെ തന്നെ വേറെയും ഒരുപാട് ലേണിംഗ് ക്ലബ്ബുകളുണ്ട്, ലേണിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് സൈറക്ക് എന്താണ് ഡിഫറൻ്റ് ആയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ മറ്റുള്ള ഒരു ലേണിംഗ് ക്ലബ്ബ് പോലെ ഒരു സംഭവം ലോഞ്ച് ചെയ്യുക എന്നുള്ളത് മാത്രമാണോ നമ്മുടെ സൈറയുടെ ഉദ്ദേശം എന്നുള്ളതാണ്? ഓക്കെ, ഒരിക്കലും അല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ നിങ്ങൾ അടിച്ചു നോക്കിയാൽ ഇപ്പോൾ ഫ്ലട്ടർ ആയിക്കോട്ടെ, പൈത്തൺ ഏതും നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ എങ്ങനെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാവുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞ പോലെ കോൺസെപ്റ്റ് ആദ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഞാൻ അയക്കുകയാണെങ്കിൽ ആ മെസ്സേജ് എങ്ങനെ ഇവിടുന്ന് പോകുന്നു, അല്ലെങ്കിൽ അത് അവിടെ എങ്ങനെ റിസീവ് ചെയ്യുന്നു, അതിനൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിൻ്റെ ഒരു വർക്കിംഗ് ഉണ്ട്. യഥാർത്ഥത്തിൽ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. ആ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികളാണ് യഥാർത്ഥത്തിൽ നെറ്റ്വർക്ക് പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കോഴ്സിൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മളൊരു മെസ്സേജ് ഇവിടുന്ന് അയക്കുകയാണെങ്കിൽ എങ്ങനെ UK ഒരു മെയിൽ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ആ മെയിൽ അങ്ങ് എത്തും, അതിന്റെ ബേസിക്കലി കോൺസെപ്ച്വൽ ക്ലാരിറ്റി കൊണ്ടുവരാ എന്നുള്ളതാണ്. അതാണ് ഒരു പ്രധാനമായിട്ടും വേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ പ്രോഗ്രാമിംഗ് ആവട്ടെ മറ്റെന്തിലായാലും പലപ്പോഴും കുട്ടികളൊരു സ്പൂൺ ഫീഡിങ്ങിലേക്ക് പോവുക, സിലബസ് കവർ ചെയ്യുക എന്നുള്ളതിന്റെ അപ്പുറത്ത് കോൺസെപ്റ്റ് പലപ്പോഴും അവർക്ക് മിസ്സാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ബേസിക്കലി ഈ ഒരു പൈത്തൺ ഡെസ്ക് എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് നമ്മൾ വരുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് നല്ല രീതിയിൽ കുട്ടികളിലേക്ക് കൊടുക്കാനുള്ള ഒരു സ്ട്രക്ചർ സിസ്റ്റം ഒക്കെ നമ്മുടെ ഭാഗത്തുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഉമർ സാറിനെ CTO എന്നുള്ള നിലയിൽ നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ കുട്ടികളിലേക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വിഷൻ എന്ന് പറയുന്നത് തന്നെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക് ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.